ഇമാജിൻ ബ്രിട്ടീഷ് സർക്കാരിന്റെ വൈസ്രോയിയായി കൊളോണിയൽ ഇന്ത്യയിലേക്ക് നിങ്ങൾ എത്തുന്നു. ആൻഡ് സംഹൗ നിങ്ങളുടെ നയങ്ങളും പ്രവർത്തനങ്ങളും കാരണം രാജ്യത്തെ ഒരു കൂട്ടം ജനങ്ങൾ നിങ്ങളെ ബഹുമാനപൂർവ്വം എങ്കിൽ അപ്പൻ അല്ലെങ്കിൽ ഞങ്ങളുടെ അപ്പൻ എന്ന് വിളിക്കുന്നു. അതാണ് ലോർഡ് റിപ്പന്റെ കഥ. നമ്മുടെ നാട് മറ്റൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഈ വേളയിൽ നമുക്ക് ചരിത്രത്തിൽ മറക്കാനാകാത്ത ഒരു പേരാണ് ലോർഡ് റിപ്പൺ, ദ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ. റിപ്പണിന്റെ നയങ്ങൾ കൊളോണിയൽ ലിബറലിസം എന്ന് വിളിക്കാവുന്ന ഒരു പാരഡോക്സ് ആണ്. 1882 ഇന്ത്യൻ ഭാഷാ പത്രങ്ങളെ നിയന്ത്രിച്ചിരുന്ന വെർണാക്കുലർ പ്രസ് ആക്ട് അദ്ദേഹം പിൻവലിച്ചു. 1883 ഇന്ത്യൻ ജഡ്ജസിന് യൂറോപ്യൻ സബ്ജക്ട്സിന്റെ കേസുകൾ പരിഗണിക്കാൻ അധികാരം നൽകുന്ന ഇൽബർട്ട് ബിൽ അദ്ദേഹം കൊണ്ടുവന്നു. പക്ഷേ ശക്തമായ സമ്മർദ്ദം മൂലം അദ്ദേഹത്തിന് ഈ ബിൽ പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. പക്ഷേ ലോർഡ് റിപ്പന്റെ പ്രധാനപ്പെട്ട പരിഷ്കാരം 1882 പാസാക്കിയ റെസൊല്യൂഷൻ ആയിരുന്നു. ആ റെസൊല്യൂഷനിലൂടെ ബ്രിട്ടീഷ് പ്രവിശ്യകളിലെ ടൗണുകളിലും ജില്ലകളിലും തദ്ദേശ ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനമായി. ഈ തദ്ദേശ ബോർഡുകളിലേക്ക് സർക്കാർ നോമിനികളെ കൂടാതെ ഭൂരിപക്ഷമായി ഇന്ത്യക്കാരെ തെരഞ്ഞെടുക്കാനുള്ള അനുമതിയും അദ്ദേഹം നൽകി. ഈ പരിഷ്കാരങ്ങളൊക്കെ കാരണം മദ്രാസ് പ്രവിശ്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ റിപ്പൺ എങ്കിൽ അപ്പൻ എന്ന് വിളിച്ചു.